കേരളത്തിൽ ഇപ്പോൾ വന്ദേ ഭാരത് ട്രെയിൻ തരംഗമാണ്. ട്രയൽ റൺ ഗംഭീരമാക്കി വന്ദേ ഭാരത് കുതിച്ചു പായാൻ തയ്യാറാകുകയാണ്. എന്നാൽ വന്ദേ ഭാരതിന്റെ കുതിപ്പ് എത്ര വേഗത്തിലാകുമെന്ന ചർച്ചയാണ് ഇവിടെയും. ഒപ്പം രാഷ്ട്രീയ കോലാഹലങ്ങൾക്കും തുടക്കമിട്ടു. കേരളത്തിലെ റെയിൽവേ വികസനത്തിന് വന്ദേ ഭാരത് ഒരു തുടക്കമാണോ? വന്ദേ ഭാരത് സിൽവർ ലൈനെ അപ്രസക്തമാകുമോ? വന്ദേ ഭാരത് BJPയുടെ വളർച്ച എത്രമാത്രം സഹായിക്കും? ചീഫ് എഡിറ്റേഴ്സ് കോളം വിലയിരുത്തുന്ന മറ്റൊരു വിഷയം ഇതാണ്. വന്ദേ ഭാരത് കൂകിപ്പായുമോ? വന്ദേ ഭാരത് എക്സ്പ്രസ് കൂകിപ്പായുമോ എന്നുള്ള വിഷയത്തിൽ എന്നോടൊപ്പം ചേരുന്നു BJPയുടെ മുതിർന്ന നേതാവ് വൈസ് പ്രസിഡന്റ് ശ്രീ ശിവൻകുട്ടി. സ്വാഗതം. ഇപ്പോൾ കേരളമൊട്ടാകെ വലിയ ചർച്ചയാണ് വന്ദേ ഭാരതിനെ കുറിച്ച്. ട്രയൽ റൺ അടക്കമുള്ളവ നടത്തി വലിയ വിജയമാണെന്ന് വിലയിരുത്തൽ റെയിൽവേ അധികൃതർ തന്നെ നൽകുന്നു. അത് നമുക്ക് സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഇവിടെ ഉയരുന്നൊരു ചോദ്യം, ഇവിടെ ജനശതാബ്ദി എക്സ്പ്രസ് ഉണ്ട്, രാജധാനി എക്സ്പ്രസ് ഉണ്ട്. അതിൽ അപ്പുറം എന്ത് പ്രത്യേകതയാണ് രാജധാനിക്ക് വന്ദേ ഭാരതിന് കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിയുക എന്നുള്ള ഒരു ചോദ്യം വരുന്നു. ചോദ്യം എന്താണെന്ന് താങ്കൾക്ക് മനസ്സിലായി കാണും. ഇതിൻ്റെ സ്പീഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിവേഗത്തിൽ പോയില്ലെങ്കിൽ പിന്നെ ഇത് ജനശതാബ്ദിയും അതുപോലെ തന്നെ രാജധാനിയും പോലെ ആകില്ലേ എന്നുള്ളൊരു ചോദ്യമാണ് ഉയരുന്നത്. അപ്പോൾ അതൊരു പ്രധാന ചോദ്യമായി ഉയരുമ്പോൾ ഈ പ്രസക്തി നഷ്ടമാകുമോ? വന്ദേ ഭാരത് എക്സ്പ്രസ് ജനങ്ങളുടെ ഇടയിൽ വലിയ സ്വാധീനമാണ് ചെലുത്തിയിട്ടുള്ളത്. അത് കേരളത്തിൽ എത്തുന്നതോടുകൂടി ജനങ്ങൾക്ക് യാത്രാ സൗകര്യത്തിൽ എല്ലാ അത്യാധുനിക സൗകര്യങ്ങളും ഉപയോഗിക്കാം എന്നുള്ള ആത്മവിശ്വാസം വന്നു കഴിഞ്ഞു. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് സുഖമായി യാത്ര ചെയ്യണം. ആ സുഖമായി യാത്ര ചെയ്യുന്നതിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്നത്തെ ട്രയൽ ഓട്ടം തിരുവനന്തപുരം ടു കണ്ണൂർ 7 മണിക്കൂർ 10 മിനിറ്റ് 7 മണിക്കൂർ 10 മിനിറ്റ് ട്രയൽ ഓട്ടം നടന്നിരിക്കുക. അപ്പോൾ സ്വാഭാവികമായും സുരക്ഷിതമായി ജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല യാത്രാ മാർഗം 90-നപ്പുറം 100 കിലോമീറ്റർ അപ്പുറം യാത്ര ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ മനസ്സിൽ ഒരു ആത്മവിശ്വാസം വന്നു കഴിഞ്ഞു. കാരണം റെയിൽവേ അധികൃതർ എല്ലാം ഇത് പഴയ ഒരു മുൻപത്തെ പോലെ ഇന്നത്തെ വാർത്ത നാളത്തെ കേരളമൊന്നിലും മാതൃഭൂമിയിലും വായിക്കുന്നത് പോലെയല്ല. ഇന്ന് ഇലക്ട്രോണിക് മീഡിയയുടെ കാലമാണ്, സോഷ്യൽ മീഡിയയുടെ കാലമാണ്. എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്, ജനങ്ങൾ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്, എല്ലാം വിരൽത്തുമ്പിൽ അടിച്ച് കാണുക. അതുകൊണ്ട് ജനങ്ങളോടൊന്നും നമ്മളിതൊന്നും പറയേണ്ട കാര്യമില്ല. ജനങ്ങളിതെല്ലാം മനസ്സിലാക്കി ജനങ്ങളെല്ലാം അത് യാത്ര ചെയ്യുക. ജനങ്ങൾ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ റെയിൽവേ ചെയ്യുകയാണ്. ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രി 25-ാം തീയതി തിരുവനന്തപുരത്ത് അത് ഫ്ലാഗ് ഓഫ് ചെയ്യുകയാണ്. അന്ന് തന്നെ റെയിൽവേ അത് പൂർണ്ണമായി ഈ യാത്രയിലുള്ള എന്തൊക്കെയാണ് അതിൻ്റെ പ്രയോജനമെന്ന് യാത്രക്കാർക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി തിരുവനന്തപുരം മുതൽ അങ്ങേയറ്റം വരെ സൗജന്യമായി കോംപ്ലിമെൻ്റ് പാസ് കൊടുത്ത് ജനങ്ങളെ യാത്ര ചെയ്യിപ്പിക്കുക. 25-ാം തീയതി പരിശോധിച്ചോളൂ ഈ യാത്രയിൽ ഇതിൻ്റെ ഗുണമെന്താണ്. വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്, യാത്രാ സൗകര്യമുള്ളത്, അതിൻ്റെ ടെക്നോളജി എന്തൊക്കെയാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക. ആദ്യ യാത്രയിൽ പ്രധാനമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അത് കോംപ്ലിമെൻ്റ് പാസ് ഉപയോഗിച്ച് അത് പോവുകയാണ്. ശരി. പക്ഷേ ഇവിടെ ഈ മറ്റൊരു ചോദ്യം വരുന്നത്, ഈ 25 എന്ന് പറയുന്ന ഡേറ്റ് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നു, സന്തോഷം. അക്കാര്യത്തിൽ സന്തോഷിക്കാത്ത കേരളീയരുണ്ടാകില്ല. കാരണം ഒരു പുതിയ സാങ്കേതിക വിദ്യയിലുള്ള ഒരു ട്രെയിൻ, അത്തരം സംവിധാനമുള്ള ഒരു ട്രെയിൻ കേരളത്തിന് ലഭിക്കുക എന്നുള്ളത് എല്ലാവരും സ്വാഗതം ചെയ്യുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ പൊടുന്നനെ ഈ ഒരു ട്രെയിൻ കേരളത്തിലേക്ക് കൂകിപ്പായി എത്തുന്നു, അതിന് പിന്നിൽ ഒരു രാഷ്ട്രീയമില്ലേ, ഒരു പ്രധാനമന്ത്രിയുടെ അല്ലെങ്കിൽ BJPയുടെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് ആണോ എന്നുള്ളൊരു ചിന്ത പ്രതിപക്ഷ നേതാക്കളുടെ ഭാഗത്തു നിന്നും കുറേയൊക്കെ ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു സംശയം പോലെ ഉയരുന്നുണ്ട്. അതിലെന്തെങ്കിലും രാഷ്ട്രീയമുണ്ടോ? അല്ല, രാഷ്ട്രീയം ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയല്ലേ പെട്ടെന്ന് ഈ വന്ദേ ഭാരതിനെ കേരളത്തിലേക്ക് ഓടിച്ചു കയറ്റിയത്? ഇത് പെട്ടെന്നാണ് എന്ന് പറയാൻ സാധിക്കില്ല. ഞാൻ ബഹുമാനനായിട്ടുള്ള കേന്ദ്രമന്ത്രി ശ്രീ V മുരളീധരൻ വന്ദേ ഭാരത് എക്സ്പ്രസ് വന്ന സമയം മുതൽ ഇത് കേരളത്തിൽ ഓടിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. 2-3 മീറ്റിംഗ് അദ്ദേഹം റെയിൽവേ അധികൃതരുമായി ബന്ധപ്പെട്ട് നടത്തി. അദ്ദേഹം അശ്വിനി വൈഷ്ണവിനെ കണ്ടിരുന്നു, ബഹുമാനനായിട്ടുള്ള റെയിൽവേ വകുപ്പ് മന്ത്രി. അദ്ദേഹം പരമാവധി ഡിസ്കഷൻ നടത്തി. അപ്പോൾ ബഡ്ജറ്റിൽ തന്നെ സൂചിപ്പിച്ചിരുന്നു കേരളത്തിൽ ഉണ്ടാകും എന്നുള്ള നിലയ്ക്ക് സൂചിപ്പിച്ചിരുന്നു. അതിൻ്റെ തുടർ നടപടികളാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ കേരളത്തിൽ വരുമ്പോൾ രാഷ്ട്രീയമില്ലേ എന്ന് ചോദിച്ചാൽ പ്രധാനമന്ത്രി ശ്രദ്ധിക്കാൻ പോകുന്ന ഒരു സംസ്ഥാനമായി കേരളം വരികയാണ്. അതുകൊണ്ടാണ് വേഗത്തിൽ വരുന്നത്. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് സംസ്ഥാന സർക്കാരിനെ ഒന്ന് അറിയിക്കാമായിരുന്നു. അവർ പെട്ടെന്ന് ഞെട്ടിക്കണ്ടായിരുന്നു എന്നുള്ളത്. അല്ല, സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. എപ്പോഴും ഒരു കാര്യം വ്യക്തമാണ്, നമ്മൾ എന്ത് നടന്നാലും സംസ്ഥാനത്തെ അറിയിക്കേണ്ട വഴിക്ക് അറിയിച്ചിട്ടുണ്ട്.
അറിയിക്കേണ്ട വഴിക്ക് അറിയിച്ച് തന്നെ ചെയ്യും. അത് ഒരു ഫെഡറൽ സംവിധാനം അങ്ങനെയാണ്. പിന്നെ മുഖ്യമന്ത്രിയുടെ സാങ്ഷൻ വാങ്ങിച്ചിട്ട് ചെയ്യുന്ന കാലം പോയി. ആ കാലമൊക്കെ പോയി. അറിയിക്കേണ്ട ഉദ്യോഗസ്ഥ തലത്തിൽ അറിയിക്കേണ്ട സംവിധാനത്തിൽ അത് അറിയിച്ചിട്ടുണ്ട്. അത് അറിയിച്ചുകൊണ്ട് തന്നെ ചെയ്യും. അത് ആ ഒരു ഫെഡറൽ സംവിധാനത്തിൻ്റെ ഭാഗമാണ്. പിന്നെ സാങ്ഷൻ വാങ്ങിക്കേണ്ടത് മറ്റേ നമ്മുടെ ഇതിന് വാങ്ങിച്ചാൽ മതി, അത് സിൽവർ ലൈനിന്. ഇന്ന് CPM നേതാക്കന്മാരെല്ലാം പറഞ്ഞിട്ടുണ്ട്, സ്വാഗതം ചെയ്യുകയല്ലേ വേണ്ടത്. സംസ്ഥാനത്തിൻ്റെ വികസനത്തിൻ്റെ ഭാഗമല്ലേ, സംസ്ഥാനത്തെ ജനങ്ങൾക്ക് സുഗമമായി യാത്ര ചെയ്യാൻ ഒരു സംവിധാനം. ഏത് വന്ദേ ഭാരത് വന്നാലും സിൽവർ ലൈൻ അധ്യായം അടഞ്ഞിട്ടില്ല എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി അടക്കം വ്യക്തമാക്കുന്നത്. സിൽവർ ലൈൻ മന്ത്രിമാരും വ്യക്തമാക്കുന്നത് ആ മഞ്ഞക്കുറ്റികൾ ഇപ്പോഴും അനാഥമല്ല, അതങ്ങളെ ഞങ്ങൾ അനാഥമാക്കാൻ സമ്മതിക്കില്ല ഈ എന്നുള്ളതാണ് സിൽവർ ലൈനിന് പറയുന്നത്. അപ്പം വിവാദം അടക്കം താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ സിൽവർ ലൈൻ എവിടെ നടപ്പിലാക്കാൻ, ആരുടെ പെർമിഷനാണ് സിൽവർ ലൈനിൽ കിട്ടാൻ പോകുന്നത്? ഈ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലല്ല. സിൽവർ ലൈനിൻ്റെ അനുവാദം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അധികാരപരിധിക്കകത്തുള്ളതല്ല. പിന്നെ എവിടെ നിന്ന് നടപ്പിലാക്കുന്ന ഈ പറയണേ? പിന്നെ എന്താ സംഭവം ചെയ്തിരിക്കുന്നത്? അത്യാധുനിക സൗകര്യത്തോട് കൂടിയിട്ട് ഇത് ട്രാക്കുകൾ വരുമ്പോൾ അവർ ഓർഡർ കൊടുത്തിരിക്കുന്ന ട്രാക്ക് എന്താണ്? അത് പരിശോധിച്ചാൽ തന്നെ മനസ്സിലാവും. അത് ജനങ്ങളുടെ ഇടയിൽ ചർച്ചയ്ക്ക് പോയില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ആദ്യത്തെ എന്തോ ഒരു ചർച്ചയിൽ അത് വന്നു, പിന്നെ അവരങ്ങ് സ്റ്റോപ്പ് ചെയ്തു. ആ ചർച്ച വരുത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തി. അതുകൊണ്ട് കാലം മാറി. ബഹുമാനനായിട്ടുള്ള CPI നേതാവ് ശ്രീ പന്ന്യൻ രവീന്ദ്രൻ്റെ മകൻ ഇന്നൊരു കവിത എഴുതിയിട്ടുണ്ട്. ആ കവിത സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. അത് വായിച്ചാൽ മതി. എന്തുകൊണ്ട് കേരളത്തിൻ്റെ ബഹുമാനനായിട്ടുള്ള രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ നേതാവ് ശ്രീ A.K. ആന്റണിയുടെ മകൻ BJPയോട് വന്നു? കാലം മാറുകയാണ്, വികസനം വരികയാണ്. വികസനത്തിന് രാഷ്ട്രീയമില്ല, ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ഭരണ നേട്ടമാണ്. പക്ഷേ സാങ്കേതിക വിദ്യ വളരുന്നതനുസരിച്ച് ഇതുപോലുള്ള പല സംവിധാനങ്ങളും വരും. അതെല്ലാം ഒരു സർക്കാരിൻ്റെ നേട്ടമായി അല്ലെങ്കിൽ ഞങ്ങൾ കൊണ്ടുവന്നു എന്ന് പറഞ്ഞ് കൊട്ടിഘോഷിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളതെന്നാണ് കോൺഗ്രസിൻ്റെ നേതാക്കളടക്കം ചോദിക്കുന്നത്. ഒരു ചോദ്യമല്ലേ? അല്ല, കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് ചോദിക്കാം. കാരണം UPA സർക്കാരിൻ്റെ കാലത്ത് കേരളത്തിൽ 8 കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്നു. അവരൊന്നും ചെയ്തില്ല, അവർക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടുമില്ല. അതുകൊണ്ട് അവർക്ക് അധികാരത്തിലിരുന്ന സമയത്ത് ശ്രീ വയലാർ രവി വരെ കേന്ദ്രമന്ത്രിയായിരുന്നവരാണ്. ഞാൻ ചോദിട്ടെ, റെയിൽവേയുടെ വികസനം ഉണ്ടായത് ആരുടെ കാലത്താണ്? ശ്രീ O. രാജഗോപാലിൻ്റെ കാലത്താണ്. പുതിയ പുതിയ ട്രെയിനുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതാരാണ്? ഇന്നും കേരളത്തിലെ ജനങ്ങൾ ഉപയോഗിക്കുന്ന ജനശതാബ്ദി, ആ ജനശതാബ്ദിയാണ് അതിവേഗം എറണാകുളത്ത് കോഴിക്കോട് ജനങ്ങളെ കൊണ്ട് എത്തിക്കുന്നത്. അതിനെ മറികടന്നുകൊണ്ടുള്ള ഒരു സംവിധാനം അതിനുശേഷം വന്ന UPA ഗവൺമെൻറ്റും ചെയ്തില്ലല്ലോ, അതിനുശേഷം വന്ന മൻമോഹൻ സിംഗ് ഗവൺമെൻറ്റും ചെയ്തില്ലല്ലോ. അപ്പോൾ എന്താ ചെയ്യാത്തത്? ചെയ്യാതിരുന്നിട്ട് വളരെ സുഖിച്ച് നടന്ന കേന്ദ്രമന്ത്രിമാരാണ്. അപ്പോൾ അധികാരമുള്ള സമയത്ത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നവരെ അനുമോദിക്കുകയും ചെയ്യുകയാണ് വേണ്ടത്. അതിനുള്ളൊരു മനസ്സുണ്ടാകണം എന്ന് മാത്രമേ പറയാറുള്ളൂ. തീർച്ചയായും. ഇപ്പോൾ ഈ വന്ദേ ഭാരതിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് അറിയാം, 2 മണിക്കൂറിലധികം ലാഭിക്കാം. പക്ഷേ 2 ഇരട്ടി തുക നൽകണം. നമ്മുടെ കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് അതിന് കഴിയുമെന്ന് കരുതുന്നുണ്ടോ? അപ്പോൾ അത് കൊണ്ട് പ്രയോജനം ഉണ്ടോ എന്നുള്ളൊരു ചോദ്യവും ഉയരുന്നില്ലേ? നമുക്കറിയുമ്പോൾ കണ്ണൂരിൽ നിന്നാലും കാസർഗോഡ് നിന്നായാലും RCC അടക്കമുള്ള പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിലേക്ക് വരുന്ന രോഗികളടക്കമുള്ള പാവങ്ങൾ നിരവധിയുണ്ട്. അവർ ഇപ്പോൾ ഒരു 90 രൂപ എടുത്തൊരു സെക്കൻഡ് ക്ലാസ് കോച്ച് കയറിയായിരിക്കും വന്നത്. അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു ട്രെയിൻ കൊണ്ട് എന്താ പ്രയോജനം എന്നുള്ളൊരു ചോദ്യം ഉയരുന്നു. അല്ല, അതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. സ്വാഭാവികമായിട്ടും ട്രെയിൻ യാത്ര ചെയ്യുന്നവർക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ നമ്മൾ KSRTC ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴും പ്രൈവറ്റ് ബസ്സുകളിൽ യാത്ര ചെയ്യുമ്പോഴും അതിൻ്റെ പകുതി തുകയെ ട്രെയിനിലാവുന്നുള്ളൂ. നമുക്ക് തിരുവനന്തപുരം മുതൽ കൊല്ലം വരെ സാധാരണ പാസഞ്ചർ ട്രെയിനിൽ, എക്സ്പ്രസ് ട്രെയിനിൽ 40 രൂപയാണ്. 40 രൂപയാണ്. അതെ. പക്ഷേ തിരുവനന്തപുരം ടു കൊല്ലം KSRTCയിൽ യാത്ര ചെയ്യണമെങ്കിൽ എത്ര രൂപ വേണം? 120 രൂപ വേണം. വ്യത്യാസം അവിടെയാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണെങ്കിലും ശരി, ബഹുമാനപ്പെട്ട പ്രിയങ്കരനായിട്ടുള്ള എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ ജോയ് സൂചിപ്പിച്ച ഈ യാത്രാ നിരക്കുകളെ സംബന്ധിച്ച് ചർച്ചയുണ്ടാവേണ്ട വിഷയം. അത് ചർച്ച ചെയ്യപ്പെടണം. അതെങ്ങനെയാണ് ഇളവുകൾ വരുത്തേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് ആലോചിക്കണം. സാധാരണക്കാർക്ക് പ്രയോജനപ്പെടണം, അതുണ്ടാകണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. മറ്റൊരു കാര്യം കൂടി, അതായത് ഈ വന്ദേ ഭാരത് കേരളത്തിലേക്ക് വന്നതിനെ ട്രയൽ നടത്തിയതിനൊക്കെ വലിയ എല്ലാവരും സ്വാഗതം ചെയ്യുന്നുണ്ട്. അക്കാര്യത്തിലൊന്നും സംശയമില്ല, അത് ആവശ്യവും തന്നെയാണ്. പക്ഷേ ഇതിനു മുമ്പ് മുന്നോടിയായി ചെയ്യേണ്ടിയിരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കേരളത്തിൻ്റെ ട്രാക്കുകൾ അടക്കമുള്ള റെയിൽവേ വികസനം കൂടുതൽ ത്വരിതപ്പെടുത്തേണ്ടിയിരുന്നതല്ലേ എന്നുള്ളൊരു ചോദ്യം കൂടി ഈ സമയത്ത് ഉയരുന്നുണ്ട്.
അതിന് പിന്നാലെ വന്നാൽ പോരായിരുന്നോ എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. അല്ല, ട്രാക്കുകളുടെ വികസനത്തിനെ സംബന്ധിച്ച് സജീവമായി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. ട്രാക്കുകളുടെ നവീകരണം ഉണ്ടാകണം. ആ നവീകരണം കാലത്തിനനുസരിച്ച് മാറേണ്ടതാണ്. അതിനനുസരിച്ച് ഗവൺമെൻറ് ബജറ്റിൽ തുക വിലയിരുത്തിയിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രയൽ നടത്തുകയാണ്. ആ ട്രയൽ പൂർണ്ണ വിജയമാണ്. ആ ട്രയൽ പൂർണ്ണ വിജയമാണെന്ന് റെയിൽവേ അധികൃതർ ഉറപ്പ് നൽകിയതിന് ശേഷം മാത്രമാണ് ഗവൺമെൻറ് അതിന് തയ്യാറാവുന്നത്. അപ്പോൾ കൃത്യതയോടുകൂടി തന്നെ ജനങ്ങളുടെ മുമ്പിൽ ആ വിഷയം അവതരിപ്പിച്ചിട്ടുണ്ട്. ജനങ്ങളെ സുരക്ഷിതമായി യാത്ര ചെയ്യുന്നതിനുള്ള സൗകര്യം വന്ദേ ഭാരത് തയ്യാറായി കഴിഞ്ഞു. ട്രാക്കുകൾ എങ്ങനെയാണോ കറക്റ്റ് ചെയ്യപ്പെടേണ്ടത് ആ നിലയ്ക്ക് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി വളവും തിരിവും അതുമായി ബന്ധപ്പെട്ട വിദഗ്ധരുടെ അഭിപ്രായം ഇതൊക്കെ പരിശോധിക്കും. കാരണം പരിശോധിക്കപ്പെടേണ്ടത് പരിശോധിച്ചേ മതിയാവും. സുരക്ഷിതമായ യാത്രാ സംവിധാനത്തിന് വേണ്ട സൗകര്യം ഒരുക്കേണ്ടത് റെയിൽവേയുടെ ചുമതലയാണ്. അപ്പോൾ റെയിൽവേ അത് ഭംഗിയായിട്ട് നിർവഹിക്കും. റെയിൽവേ അത് കൃത്യമായി ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പൂർണ്ണമായും ട്രാക്ക് സജ്ജമാണ് എന്ന് തന്നെ അറിയിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്കറിയാം ഈ റെയിൽവേയുമായി ബന്ധപ്പെട്ട ഏറ്റവും മികച്ച രീതിയിൽ കാര്യങ്ങൾ ചെയ്യുകയും വലിയ വിലയിരുത്തൽ നടത്തുകയൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ് ശ്രീമാൻ ഇ ശ്രീധരൻ. അദ്ദേഹം BJPയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവ് കൂടിയാണ്. പക്ഷേ അദ്ദേഹത്തിന് വലിയ താല്പര്യമില്ല വന്ദേ ഭാരത്. കേരളത്തിൻ്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇത് എത്രത്തോളം ഗുണകരമാകുമെന്നുള്ളൊരു സംശയം അദ്ദേഹം ഉന്നയിക്കുന്നു. അദ്ദേഹം പ്രധാനമായും ഉന്നയിക്കുന്നൊരു സംശയം ഇത് തന്നെയാണ്. ട്രാക്ക് അടക്കമുള്ള സംവിധാനം വേണം, വളവില്ലാതെ ഓടണം, സ്പീഡ് കൂടണമെങ്കിൽ ഇത്തരം സംവിധാനങ്ങൾ വേണം എന്നുള്ളൊരു അഭിപ്രായം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നു. സെമി സ്പീഡ് ട്രെയിൻ അടക്കമുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ് ഇപ്പോഴും. അപ്പോൾ അങ്ങനെയുള്ള സംശയങ്ങൾ കൂടി പ്രധാന സംശയങ്ങളും പ്രധാന വിലയിരുത്തലുകളുമായി മാറുകയല്ലേ? അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ആ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ അതിൻ്റെ മുഖവിലേക്ക് എടുക്കേണ്ടവർ അതിനെ ഗൗരവത്തോടു കൂടി കാണും. അദ്ദേഹം പറയുന്നത് സെമി സ്പീഡ് ട്രെയിനിനെ സംബന്ധിച്ചിട്ടാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ്. അത് എല്ലാവരും പരിശോധിക്കും. പക്ഷേ ട്രാക്കുകൾ ഭദ്രമാണ്, സുസജ്ജമാണ് എന്ന് തന്നെയാണ് റെയിൽവേ അധികൃതർ പറഞ്ഞിട്ടുള്ളത്. അവർ ട്രയൽ ഓട്ടം വൻ വിജയമായിരുന്നു. 9 മണിക്കൂർ അല്ലെ 7 മണിക്കൂർ 10 മിനിറ്റ് കൊണ്ട് കണ്ണൂർ എത്തിക്കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്ത് ആത്മവിശ്വാസം വന്നു കഴിഞ്ഞു. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണ തയ്യാറെടുപ്പിലാണ്. 25-ാം തീയതി പ്രധാനമന്ത്രി അത് ഫ്ലാഗ് ഓഫ് ചെയ്യുക. ഇവിടെ ഇപ്പോൾ ഈ വലിയ ആഘോഷമാണ്. താങ്കൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ സോഷ്യൽ മീഡിയയിലടക്കം വലിയ ആഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മൾ ദൃശ്യങ്ങളിൽ ഇത് കാണുന്നതുമാണല്ലോ. പക്ഷേ ഇതൊരു വളരെ കൃത്യമായി ഉണ്ടാക്കുന്ന ഒരു സന്തോഷത്തിന് അപ്പുറം എന്തുണ്ട് എന്നുള്ളൊരു ചോദ്യം ചിലർക്ക് ചോദിക്കുന്നു. കുറച്ച് ദിവസങ്ങളിൽ നീണ്ടു നിൽക്കും. ഇതൊന്ന് ഓടിത്തുടങ്ങുമ്പോൾ ഇത് അവസാനിക്കും. അപ്പോൾ അതൊരു അത്തരത്തിലാണോ BJP ഈ കാര്യത്തിൽ കാണുന്നത്? അല്ലെങ്കിൽ ഇതിനൊരു രാഷ്ട്രീയമായി എത്രത്തോളം നേട്ടമുണ്ടാകുമെന്നാണ് BJP കരുതുന്നത്? ശ്രീ ഒ രാജഗോപാൽ റെയിൽവേ മന്ത്രിയായിരുന്ന സമയത്ത് റെയിൽവേയിൽ നടത്തിയ വികസനം എന്നും ചർച്ച ചെയ്യപ്പെട്ടു. അദ്ദേഹം 2014 തിരുവനന്തപുരം ലോകസഭയിൽ മത്സരിക്കുമ്പോൾ ആ റെയിൽവേ വികസനമാണ് അദ്ദേഹത്തിനെ ഏറ്റവും മുന്നിലെത്തിച്ചത്. വെറും 14,000 വോട്ടുകൾക്കാണ് അദ്ദേഹം പരാജയപ്പെടുന്നത്. 14,000 വോട്ടുകൾക്ക് മുമ്പിലാണ് അദ്ദേഹം പരാജയപ്പെട്ടത്. വിജയത്തിന് അടുത്തെത്തിയ ഒരു പ്രമുഖ നേതാവാണ് ശ്രീ ഒ രാജഗോപാൽ. അപ്പം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളെല്ലാം യാഥാർത്ഥ്യബോധത്തോടു കൂടി തന്നെ ജനങ്ങൾ പെരുമാറും. ലോകസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ അത് നരേന്ദ്രമോദി സർക്കാരിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പാണ്. ജനങ്ങൾക്ക് ആവശ്യം ഭരിക്കുന്ന രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ അവർ വികസനം നടപ്പിലാക്കണം. അതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അത് നരേന്ദ്രമോദി സർക്കാർ ചെയ്യുന്നു, ജനങ്ങൾ സ്വീകരിക്കുന്നു. ഇപ്പോൾ ഈ വന്ദേ ഭാരത് വന്നതോടുകൂടി കേരളത്തിൻ്റെ സിൽവർ ലൈൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇല്ലാതായി എന്ന് BJP പൂർണ്ണമായി വിചാരിക്കുന്നുണ്ട്. പ്രതിപക്ഷം സിൽവർ ലൈൻ അങ്ങനെ പറയുന്നുണ്ട്. ഇനി അത് നടക്കില്ല. സിൽവർ ലൈൻ നടക്കാൻ പോകുന്നില്ല. സിൽവർ ലൈൻ എന്നത് പ്രഖ്യാപനം വെറും പാഴ്വാക്കാണ്. CPM നേതാക്കന്മാർ ആവർത്തിക്കുന്നത് പണം കടമെടുത്ത് ചെലവാക്കിയതാണ് സിൽവർ ലൈനിന് വേണ്ടി, മഞ്ഞക്കുറ്റി അടിക്കുന്നതിന് വേണ്ടി. അങ്ങനെ ചെയ്ത ഒരു പാർട്ടിയും ഗവൺമെൻറ്റും പിറകോട്ട് പോകാൻ അവർക്ക് പറ്റില്ല. അവർക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ സാധിക്കും. എവിടെ നടപ്പാക്കും ഈ പ്രോജക്റ്റ് എന്ന് പറയണ്ടേ? നടപ്പിലാക്കാൻ സാധിക്കാത്ത പദ്ധതിയാണെന്ന് CPM നേതാക്കന്മാർക്കും അറിയാം. ശ്രീ പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, അദ്ദേഹത്തിനും അറിയാം. ഇവിടെയുള്ള എല്ലാ ജനങ്ങൾക്കും അറിയാം. പക്ഷേ കേരളം ഒറ്റ നഗരമാക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ആ ലക്ഷ്യം നിറവേറ്റുന്നത് ഞങ്ങളുടെ മുന്നിലുണ്ട്. അത് ഇന്നല്ലെങ്കിൽ നാളെ നടപ്പാക്കുമെന്നാണ് CPMൻ്റെ നേതാക്കൾ ഇന്നും വ്യക്തമാക്കുന്നത്. ആ ശുഭാപ്തി വിശ്വാസത്തിലാണ്. ആ പാർട്ടിയുടെ സ്ഥിതിയും ആ ഗവൺമെൻറ്റിൻ്റെ സ്ഥിതിയും കേരളത്തിൽ എന്താണ് എന്ന് എൻ്റെ പ്രിയ സുഹൃത്ത് ജോയിക്ക് അറിയാം. ഭൂരിപക്ഷം ഉള്ളത് കൊണ്ട് മാത്രം പോകുന്ന ഒരു ഗവൺമെൻറ്റാണ് ശ്രീ പിണറായി വിജയൻ ഗവൺമെൻറ്. ഭൂരിപക്ഷം ഉള്ളത് കൊണ്ട് മാത്രം ഡെമോക്രസിയിൽ ഒരു ഭരണഘടനാ സംവിധാനത്തിൽ മുമ്പോട്ട് പോവുകയാണ്. ലോകായുക്തയിൽ പോലും പോയി പെട്ടുകിടക്കുന്ന അഴിമതിയെ കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അങ്ങനെ നിൽക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്.
ആ ഗവൺമെൻറ്റാണോ പറയുന്നത്? ജനങ്ങൾ എവിടെ വിശ്വസിക്കും? ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാത്ത ഒരു ഗവൺമെൻറ്, ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കാത്ത ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിന് എന്തായിക്കൂടാ? ആ റേഷൻ സംവിധാനം നേരെ ചെയ്യാൻ പറയണം. ആ റേഷൻ സാധാരണക്കാരനായ പാവപ്പെട്ടവന് കൊടുക്കുന്ന റേഷൻ സംവിധാനം സെർവർ തകരാറിലാണ്. എത്ര മണിക്കൂറാണ് റേഷൻ കടകൾ പ്രവർത്തിക്കുന്നത്? ഓക്കെ, അപ്പോൾ ഈ ഈ ഒരു വന്ദേ ഭാരതിൻ്റെ വരവ് രാഷ്ട്രീയമായി ബി ജെ പി ഇപ്പോൾ കേരളത്തിൽ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടതാണ്. അപ്പോൾ ഈ ഒരു ട്രെയിനിൻ്റെ വരവ് അത് എത്രത്തോളം ബി ജെ പിക്ക് ആത്മവിശ്വാസം നൽകുന്നുണ്ട്, കൂടുതൽ സ്വാധീനമുണ്ടാക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും നരേന്ദ്രമോദി സർക്കാരാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് കേരളത്തിൽ കൊണ്ടുവരുന്നത്. ജനങ്ങളുടെ യാത്രാ സൗകര്യം, എല്ലാ സൗകര്യത്തോടും കൂടി കേരളത്തിലെ ജനങ്ങൾക്കും യാത്ര ചെയ്യാൻ, ഇന്നത്തെ ആധുനിക ടെക്നോളജി ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ അദ്ദേഹം വന്ദേ ഭാരത് എക്സ്പ്രസ്സിലൂടെ അനുവാദം, ഒരിക്കൽ പോലും സ്വപ്നം പോലും കാണാൻ കഴിയാത്ത ഒരു സംവിധാനമാണ് വന്ദേ ഭാരത് എക്സ്പ്രസിൻ്റെ സംവിധാനം. അത് നേരിട്ട് കാണാൻ 25-ാം തീയതി ജനങ്ങൾക്ക് അവസരം. പക്ഷേ ഇപ്പോഴും ആശങ്കയുണ്ട്, ആൾക്കാർക്ക് ആശങ്കയുണ്ട്. ഈ നേരത്തെ ഞാൻ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇതിൻ്റെ നമ്മൾ ഉദ്ദേശിക്കുന്ന വേഗത്തിലെത്തുക എന്നുള്ളതാണല്ലോ. ആ വേഗത്തെക്കുറിച്ച് ഇപ്പോഴും ആശങ്ക നിലനിൽക്കുന്നത്. അത് പരിഹരിക്കുമെന്നാണോ? അല്ല, വേഗത്തിൽ തന്നെ എത്തും. ഏറ്റവും കൂടുതൽ വേഗത്തിലെത്തുന്ന ട്രെയിൻ വന്ദേ ഭാരത് എക്സ്പ്രസ് ആയിരിക്കും. അത് വളരെ കൃത്യതയോടുകൂടി തന്നെയാണ് ഗവൺമെൻറ് കണക്ക് കൂട്ടിയിട്ടുള്ളത്. ജനങ്ങൾക്ക് സുഗമമായി യാത്ര ചെയ്യുന്നതിന് കേരളത്തിൻ്റെ ട്രാക്കുകൾ ഭദ്രമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തെക്കുറിച്ചൊന്നും ആശങ്ക വേണ്ട. ഇത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ സ്വപ്ന യാത്രയായിരിക്കും. വിമാനത്തിൽ യാത്ര ചെയ്യുന്നതിന് തുല്യമായി ട്രെയിനിലൂടെ വന്ദേ ഭാരത് എക്സ്പ്രസ്സിലൂടെ യാത്ര ചെയ്യാം. ഇതൊക്കെ ജനങ്ങൾ ഒരു കാലത്ത് സിനിമയിലൂടെ കണ്ടിട്ടുള്ളതാണ്. അല്ലെങ്കിൽ ആ അത്യാധുനിക ടെക്നോളജി സാധാരണക്കാരന് പ്രയോജനപ്പെടാൻ പോവുകയാണ്. അതിനുള്ള അവസരം ഒരുക്കിയത് നരേന്ദ്രമോദി സർക്കാർ തന്നെയാണ്. എന്ത് സംശയം? ഓക്കെ, എന്തായാലും വന്ദേ ഭാരത് കേരളത്തിലൂടെ ഓടിത്തുടങ്ങാൻ പോകുന്നു. ട്രയൽ റൺ കഴിഞ്ഞു. ഇനിയിപ്പോൾ ശ്രീ ശിവൻകുട്ടി ചൂണ്ടിക്കാട്ടുന്നത് പോലെ പ്രധാനമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്യുമ്പോൾ അതിൻ്റെ വേഗം കൂടും, അതിൻ്റെ ആ കെട്ടിലും മട്ടിലുമൊക്കെ മാറ്റം വരുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് അദ്ദേഹം പുലർത്തുന്നത്, ബി ജെ പി പുലർത്തുന്നത്. പക്ഷേ സിൽവർ ലൈൻ എന്ന ആ ഒരു പദ്ധതിയെക്കുറിച്ച്, അല്ലെങ്കിൽ അത് ഇപ്പോഴും ഞങ്ങളിൽ നിന്ന് പോയിട്ടില്ല എന്ന് CPM അടക്കമുള്ള പ്രമുഖ നേതാക്കൾ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും വന്ദേ ഭാരത് കുതിച്ച് പായുമോ, എന്താകും അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്കുണ്ടാകുന്ന നേട്ടം എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ നോക്കി കാണാം. നന്ദി ശ്രീ ശിവൻകുട്ടി ഈ വിഷയത്തിൽ വിശകലനങ്ങൾ നടത്തിയതിന്. നമസ്കാരം.